പ്രിയ വിദ്യാർത്ഥികളെ, +2 ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ 10ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. കഴിഞ്ഞ 9 ചാപ്റ്ററിൻ്റെയും ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള പോർഷൻസ് എടുത്തിരുന്നു. പരീക്ഷയ്ക്ക് ഫുൾ A+ഉം ഫുൾ മാർക്കും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോസൊക്കെ കാണുക. ഇത് നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലൈക്ക് ചെയ്യുക. അവർ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും, ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ടെലിഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ കൂടുതൽ ക്വസ്റ്റ്യൻസും മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പരീക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അതിലൂടെ ഇടുന്നതായിരിക്കും. ഓക്കെ, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്നതാണ് 10ാമത്തെ ചാപ്റ്റർ. ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP, ലിസ്റ്റിംഗ് ഒൺലി മതി, എക്സാമ്പിൾസ് ഓഫ് ERP പാക്കേജസ്, ബെനിഫിറ്റ്സ് ഓഫ് ERP. ഇത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന, മാർക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണിത്. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് പോകാം. എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്. എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സംരംഭം തുടങ്ങുന്നതിൻ്റെ പ്ലാനിങ്ങും അതിൻ്റെ നടത്തിപ്പും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് കൃത്യമായിട്ടൊരു ബിസിനസ് സ്റ്റഡീസ് പോർഷനാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്നിരുന്നാലും നമുക്ക് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് പഠിക്കണം. ആദ്യം ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP. അപ്പം അങ്ങനെ തന്നെ നമുക്ക് പഠിക്കാം. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP, ദാറ്റ് ഇസ് ERPയുടെ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് അതൊക്കെയാണ്. ഒന്ന്, അതിന് കുറേ മോഡ്യൂളുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഫിനാൻഷ്യൽ മോഡ്യൂൾ, മാനുഫാക്ചറിങ് മോഡ്യൂൾ, പ്രൊഡക്ഷൻ പ്ലാനിംഗ് മോഡ്യൂൾ, HR മോഡ്യൂൾ, ഇൻവെൻട്രി കൺട്രോൾ മോഡ്യൂൾ, പർച്ചേസ് മോഡ്യൂൾ, മാർക്കറ്റിംഗ് മോഡ്യൂൾ, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മോഡ്യൂൾ, ക്വാളിറ്റി മാനേജ്മെൻറ്റ് മോഡ്യൂൾ. അപ്പോൾ ഇതിനകത്തിൽ പറയുന്നത് പേര് മാത്രം പഠിച്ചാൽ മതി എന്നാണ്. നിങ്ങൾ ഡെഫിനിഷൻ ഒന്നും പഠിക്കേണ്ട. അതാണ് നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് ലിസ്റ്റിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പേര് മാത്രം മതി. അപ്പോൾ ഒന്ന് ഫിനാൻഷ്യൽ മോഡ്യൂൾ, മാനുഫാക്ചറിങ് മോഡ്യൂൾ, പ്രൊഡക്ഷൻ പ്ലാനിംഗ് മോഡ്യൂൾ, HR മോഡ്യൂൾ, ഇൻവെൻട്രി കൺട്രോൾ മോഡ്യൂൾ, പർച്ചേസിംഗ് മോഡ്യൂൾ, മാർക്കറ്റിംഗ് മോഡ്യൂൾ, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മോഡ്യൂൾ, ക്വാളിറ്റി മാനേജ്മെൻറ്റ് മോഡ്യൂൾ. ഇത്രയും മോഡ്യൂളിൻ്റെ പേര് മാത്രം പഠിച്ചാൽ മതി ഈ ഫോക്കസ് ഏരിയയ്ക്ക്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതിനകത്തിൽ പഠിക്കാനുള്ളത് ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് എക്സാമ്പിൾസ് ഓഫ് ERP പാക്കേജാണ് പഠിക്കാനുള്ളത്. നമുക്ക് ERPയുടെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, അതൊന്നും വേണ്ട. ഇനി ഇതൊക്കെ പഠിക്കേണ്ടവർക്ക് വിശദ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വിശദമായിട്ടുള്ള വീഡിയോ കണ്ടാൽ ഫുൾ കോഴ്സാണ് ചെയ്തിരിക്കുന്നത്. അത് കാണാത്തവർ അത് കാണുക. നമുക്ക് ERP പാക്കേജസിനെ പറ്റിയാണ് പറയുന്നത്. ഞാനിതിപ്പോൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടാണ് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ഫുൾ വീഡിയോ ഇവിടെ പറയുന്നില്ല. അതിന് മറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ERP സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പാക്കേജസ്. നമുക്ക് കുറേ ERP വെൻഡേഴ്സ് ഉണ്ട്. സം ഓഫ് ദി പോപ്പുലർ ERP പാക്കേജസ് ആർ ഒറാക്കിൾ, സാപ്പ്, ഒഡോ, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്, ടാലി. ഒറാക്കിൾ, സാപ്പ്, ഒഡോ, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് ആൻഡ് ടാലി. ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ കോട്ടേഴ്സാണ്, കാലിഫോർണിയ USA അതിൻ്റെ ആസ്ഥാനം. അതൊക്കെ ഒന്ന് പഠിച്ചിരുന്നാൽ മതി. സാപ്പ്, സിസ്റ്റം ആപ്ലിക്കേഷൻ ആൻഡ് പ്രോഡക്ട്സ് ഫോർ ഡാറ്റ പ്രോസസ്സിംഗ് എന്നാണ് അതിൻ്റെ പേര്. അതും മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഹെഡ്ക്വാർട്ടേഡ് ഇൻ വാൾഡോർഫ് ആൻഡ് ഫൗണ്ടഡ് ഇൻ 1972. അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഉഡു ഓപ്പൺ സോഴ്സ് ERP ആണ്. മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് മൈക്രോസോഫ്റ്റ്വെയർ ഉണ്ടാക്കിയതാണത്. ടാലി ERP നമ്മുടെ ബാംഗ്ലൂർ കേന്ദ്രമാക്കി സ്ഥാപിച്ചാണ് ടാലി ERP എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് പേരുകൾ പഠിച്ചു വെച്ചേക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പേരുകൾ ഒരിക്കൽ കൂടി പറയുന്നു. ഒറാക്കിൾ, സാപ്പ്, ഒഡോ, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്, ടാലി ERP. ഇതിലേതെങ്കിലും പേരുകളാണ് പഠിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതിനകത്ത് പഠിക്കേണ്ടത് ബെനിഫിറ്റ്സ് ഓഫ് ERPയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ബെനിഫിറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് ERP: ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, അതായത് ഒരു കമ്പനിയെ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി, സാമ്പത്തികമായിട്ട് മെച്ചം നിലയിലെത്തിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ഈ പാക്കേജൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു മറ്റ് കസ്റ്റമേഴ്സുമായിട്ടും മറ്റ് കമ്പനികളുമായിട്ടൊക്കെ. ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പ്രൊവൈഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. ഇതെല്ലാം നെറ്റ് ബേസ്ഡ് ആയതുകൊണ്ട് ലോകത്ത് മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ ഒരേ വിരൽത്തുമ്പിൽ കിട്ടുന്നത് കൊണ്ട് പ്രൊവൈഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി, നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നു. ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റം വരുത്താൻ പറ്റും. ഇൻഫർമേഷൻ ഇൻറ്റഗ്രിറ്റി, ഇതിനകത്ത് വരുന്ന ഇൻഫർമേഷൻസൊക്കെ ഇൻറ്റഗ്രായിട്ട് ഒന്നിച്ച് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ അഡ്വാൻറ്റേജസ് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പ്രൊവൈഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ,
decision making capability, increased flexibility and information integrity. നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള അത്രയും പോർഷനെ ഈ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. വളരെ ബ്രീഫായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ആർക്കും മാർക്ക് മേടിക്കാം. എങ്കിൽ ഇതിൻ്റെ റിസ്ക് കൂടെ ചിലപ്പോൾ ഒരു പക്ഷേ അതിനകത്തിൽ വന്നേക്കാം. ഹൈ കോസ്റ്റ്, ടൈം കൺസ്യൂമിങ്, റിക്വയർമെൻറ്റ് ഓഫ് അഡീഷണൽ ട്രെയിനിങ് സ്റ്റാഫ്, ഇത്രയാണ് ഓപ്പറേഷണൽ ആൻഡ് മെയിൻ്റനൻസ് ഇഷ്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ബാക്കിയൊന്നും നിങ്ങളുടെ ഫോക്കസ് ഏരിയ ബേസിനുള്ള വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ദയവായിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുക. ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പിൻ്റെയും ടെലിഗ്രാമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാകും. താങ്ക് യു.